കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജന്റെ മരണത്തിൽ ഒന്നാം പ്രതി ഡോക്ടർ MK റാമിനെ ഇനിയും പിടികൂടാനായിട്ടില്ല. പോലീസിന് 18 ദിവസമായി MK റാം ഒളിവിലാണ്. കേസിൽ പോലീസ് ഒത്തുകളിക്കുകയാണെന്ന ആരോപണവുമായി നിതിൻ രാജിന്റെ കുടുംബം രംഗത്തെത്തി. റാമിന ഇതര സംസ്ഥാനങ്ങളിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കുകയും ചെയ്തു. ഗൂഗിൾ കെ വേണുഗോപാൽ തന്നെ വാർത്തയോട് വിവരങ്ങൾ ഗൂഗിൾ, ഇന്നലെ ദളിത് സംഘടനകളുടെ ഹർത്താൽ അത് ആരും കരുതിയതിനപ്പുറം ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഹർത്താലായി മാറുന്നു. തുടർന്ന് രാത്രി ഈ ആന്ധ്രാപ്രദേശിൽ പോലീസ് നടന്ന തെരച്ചിലിന്റെ ദൃശ്യങ്ങളൊക്കെ പോലീസ് പുറത്തുവിടുന്നുണ്ടായിരുന്നു. പക്ഷെ റാം എവിടെയെന്ന് അറിയില്ല ആർക്കും. ഗൂഗിൾ അത് തന്നെയാണ്. കഴിഞ്ഞ 18 ദിവസമായി ഏപ്രിൽ 10 അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജ് കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യുന്നത്. അന്ന് ആ സ്ഥലത്ത് റാം ഉണ്ട്. അതായത് സിമ്പതിക്ക് വേണ്ടിയാണ് റാം കെട്ടിടത്തിൽ നിന്ന് മുകളിൽ നിന്ന് ചാടിയത് എന്ന് വിദ്യാർത്ഥികളുടെ മൊഴിയുണ്ട് എന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞിരുന്നു. റാമിന്റെ സ്വഭാവം ഏത് രീതിയിലായിരുന്നു, അല്ലെങ്കിൽ റാമിന്റെ സമീപനം എന്തായിരുന്നു നിതിൻ രാജിനോട് ഉള്ളത് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആ ഒരു വാദം പ്രോസിക്യൂഷൻ മുന്നോട്ടേക്ക് വെച്ചത്. പക്ഷേ റാമും ഡോക്ടർ സംഗീത നമ്പ്യാരും അന്നു മുതൽ ഒളിവിലായിരുന്നു. കഴിഞ്ഞ ദിവസം തലശ്ശേരി സെഷൻസ് കോടതി സംഗീത നമ്പ്യാർക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. റാമിന് മുൻകൂർ ജാമ്യം നിഷേധിക്കുകയും ചെയ്തിരുന്നു. ആ ഘട്ടത്തിലും റാം എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ പോലീസിന് സാധിച്ചില്ല. തുടക്കം മുതൽ പോലീസ് ഈ കേസിൽ ഒത്തുകളിക്കുകയാണ് എന്ന ആരോപണമായി റാമിന്റെ കുടുംബം രംഗത്ത് വരികയും ചെയ്തിരുന്നു. അതിനാലാണ് പിടികൂടാത്തത്. റാമിനെ രക്ഷിക്കാൻ സഹായിക്കുകയാണ് എന്ന ആരോപണമാണ് കുടുംബം മുന്നോട്ടേക്ക് വെച്ചത്. കഴിഞ്ഞ വ്യാഴാഴ്ച മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുകയും അത് ശനിയാഴ്ച തള്ളുകയും ചെയ്തിരുന്നു. ആ ഘട്ടത്തിൽ പോലും റാമിനെ പിടികൂടാൻ വേണ്ടി സാധിച്ചില്ല. അതേസമയം പോലീസുമായി ബന്ധപ്പെട്ട സമയത്ത് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് ആന്ധ്രയിലും, റാമിന്റെ ജന്മനാടാണ് ആന്ധ്ര, അവിടെയും കർണാടക ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പോലീസുണ്ട്. പല മേഖലകളിൽ പരിശോധനകൾ നടത്തുന്നു. റാം ബന്ധപ്പെടാൻ സാധ്യതയുള്ള ആളുകളുടെ ഫോൺ നമ്പറുകളൊക്കെ നിരീക്ഷണത്തിലാണ് എന്ന് പറയുന്നു. പക്ഷെ അങ്ങനെ പറയുമ്പോഴും റാം എവിടെയാണ് എന്ന് കണ്ടെത്താൻ സാധിക്കാത്തത് പോലീസിനെ മുൾമുനയിൽ നിർത്തുന്ന അല്ലെങ്കിൽ ആശങ്കയിലാക്കുന്ന, റാമിന്റെ കുടുംബം പറയുന്നതിൽ എന്തോ കാര്യമുണ്ട് എന്ന് തോന്നിക്കുന്നതിന് സമാനമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ട്. അതിനിടയിൽ കഴിഞ്ഞ ദിവസം മുൻകൂർ ജാമ്യാപേക്ഷയുമായി റാം ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട്. അഷ്മീദില്ല. ഓക്കെ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.